അത് അഴിമതി കഥകൾ പറയട്ടെ. പക്ഷേ കഥകളല്ലാത്ത മാസപ്പടി പോലുള്ള കാര്യങ്ങളിൽ ഒന്നും ഉത്തരം ഇല്ലാത്ത ചോദ്യങ്ങൾ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതിനെ നേരെ കൊണ്ടുവന്നില്ലെങ്കിൽ ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും വർഗീയവും ഒന്നും പറയാതെ ഇലക്ഷനെ ഫേസ് ചെയ്യുകയായിരുന്നു. ഈ വർഗീയമൊക്കെ അപ്പം മുസ്ലിം പ്രീണനവും വർഗീയവും പറഞ്ഞും കുറേ വോട്ട് പിടിക്കാനുള്ള ഈ പ്രീണനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ജനങ്ങളെ മുമ്പിലേക്ക് എത്തിയാൽ മാത്രം മതി, വോട്ട് കിട്ടും. കാരണം നല്ല ഭരണത്തിന് എപ്പോഴും ജനങ്ങൾ 2 കൈയടിച്ച് പാസ്സാക്കി വിടുന്നതാണ് കേരളവും എല്ലായിടവും. അത് തന്നെയാണ് ഗുജറാത്തിലെ കഥ പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങളും അത് തന്നെയാണ്. അതിൽ 2ാം ഊഴത്തിൽ പോലും പിണറായിക്ക് തീർച്ചയായിട്ടും അന്ന് കോൺഗ്രസ് തോക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. സാധാരണ ലെവലിൽ മാറി തിരിഞ്ഞ് പിന്നെ കേരള ഭരണത്തിൽ കോൺഗ്രസ് തോക്കുമെന്നും ഉറപ്പായിട്ടും പിണറായി 2ാമത് വരുമെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ ഇന്ന് പിണറായി ഭരണം എന്ന് പറയുന്നത് പ്രതിസന്ധിയിൽ നിൽക്കുന്നൊരവസ്ഥയാണ്. ഒന്ന് സ്വമേധയാ കുറേ കേസുകൾ, അഴിമതി വിവാദങ്ങൾ,